സാർ സാർ എൻ്റെ വൈഫ് ഷീസ് മിസ്സിങ്. എൻ്റെ കൂടെ ഇപ്പോൾ കാറിലുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. സാറിൻ്റെ പേരെന്താ ഒന്ന് പറയൂ? ലൂക്ക് ആൻ്റണി. ഓക്കെ. എന്താ സാർ സംഭവിച്ചത്? ഞങ്ങൾ ഹിൽസിലേക്ക് പോകുന്ന വഴി ഐ ടുക്ക് എ റോങ് ടേൺ. എങ്ങനെയാണെന്നറിയില്ല, കാറ് പെട്ടെന്ന് ആക്സിഡൻ്റായി. തല എന്തിലോ ഇടിച്ച് ഞാൻ വാസ് അൺകോൺഷ്യസ് കുറച്ച് നേരം. പിന്നെ നോക്കുമ്പോൾ സീറ്റിൽ സോഫിയില്ല. ഞാൻ അവിടെയൊക്കെ നോക്കി, കണ്ടില്ല. Sophia Luke. That's her name. സാറേ അതാ പുലി ഇറങ്ങുന്ന സ്ഥലല്ലേ? She was pregnant. Sophie! അഷഫേ, ഇത് നോക്കിക്കോ. ചില സമയങ്ങളിൽ ഭാഗ്യം ഏതു വഴിക്കാണ് വരുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പോലീസുകാരും നാട്ടുകാരും കൂടി അന്ന് ആ കാട് മുഴുവൻ തപ്പി. ആളെ കിട്ടിയില്ല. പിറ്റേന്നായപ്പോൾ നാട്ടുകാരുടെ എണ്ണം കുറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തനും വരാതായി. പോലീസുകാർക്കും മടുപ്പായി. ആളെ പിടിച്ചത് പുലിയാണോ കടുവയാണോ എന്ന കാര്യത്തിലെ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇനി കിട്ടില്ലെന്ന കാര്യം എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. ഒരാളെയും അങ്ങേര് വിശ്വസിച്ചില്ല. അയാൾക്ക് ഉറപ്പായിരുന്നു ആ കൊച്ചിനെ കിട്ടുന്നു, കിട്ടാതെ അവിടുന്ന് പോകൂലെന്ന്. ഓപ്പണായിട്ട് പറയാലോ അല്ലേ സാറേ? ഇതിപ്പോൾ സംഭവം നടന്ന് 2-3 ദിവസമായി സ്ഥിതിക്കേ വലിയ ഹോപ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ആ തോട്ടിൽ നിന്നൊന്ന് മാറണം. ഏതെങ്കിലും ഒരു നല്ല ലോഡ്ജ് ഇടപാടാക്കാം. സാറിന് ഉതകടി കൊള്ളാതെ കിടക്കുകയും ചെയ്യാമല്ലോ. ഇതൊരുമാതിരി നമ്മളെ കളിയാക്കുന്ന പോലെയാ ഫീൽ ചെയ്യുന്നത്.
ഇപ്പൊ തന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പോലീസ് എഫിഷ്യന്റ് ഇല്ല എന്ന രീതിയിൽ. അതുകൊണ്ട് സാറ് ഞങ്ങളെ മെനക്കെടുത്തരുത് കേട്ടോ. In my arms, she was. One for the lost, aiming of reasons. I needed once. I might not find what I lost. I pursue no pleasure. Nothing was a choice. No thing was a choice. It's all a picture now, and it's clearer every day. I still seek. I still see. സാറിന് ഈ വലിയും കൂടിയൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ ഇല്ല. അപ്പം ഉണ്ടായിരുന്നു. സാറേ വീണ്ടും തുടങ്ങാൻ പറ്റിയ സമയപ്പോൾ 2 എണ്ണ അടിച്ചാൽ ഒന്നും ഓർക്കാണ്ട് കിടന്നുറങ്ങാം. ആ പേടി കൊണ്ടാ ബാല കുടിക്കാത്ത. തലക്ക് കുടിക്കുമ്പോൾ ബാലം പറഞ്ഞ പോലെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയാലോ ഒന്നും ഓർക്കാതെ. അപ്പോൾ എന്നാ വിളിച്ചിട്ട് ഞാൻ കേൾക്കാതെ പോയാലോ അത് നമുക്ക് വിഷമാവൂലേ. ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. നീ അങ്ങനെ പറ്റിക്കൂടാ. സാറ് വിഷമിക്കണ്ട, ആ കൊച്ചു തിരിച്ചു വരും. നമ്മൾ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കാണാതായ ആൾ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു, 10 കൊല്ലം കഴിഞ്ഞ് ഇന്ന സ്ഥലത്തുനിന്ന് കണ്ടുകിട്ടി. അതുപോലെ തന്നെ ഇതും, ആ കൊച്ചു വരും. അയ്യോ, സാറേ ഇയാളെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? വെള്ളം അടിച്ചത് ഞാനാണ്, ഈ സാറ് അടിച്ചിട്ടില്ല. അവിടെ വെള്ളം അടിക്കുന്നതും കുടിയേടി താമസിക്കുന്നതൊക്കെ സ്വന്തം പറമ്പ് മതി. അതെ, അത് പബ്ലിക് പ്ലേസാ, ഒരുത്തിന്റെ കുടുംബസ്വത്തല്ല. ഇനി നിന്നെയൊക്കെ അവിടെ എങ്ങാനും കണ്ടാലുണ്ടല്ലോ. അഷ്റഫേ, അവിടെ ഇരിക്കട്ടെ രണ്ടും. രാവിലെ അങ്ങ് വിട്ടേച്ചാൽ മതി.